ഹായ് ഹലോ നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സുധിച്ചേട്ടൻ്റെ വിധവ രേണുവിനെ പറ്റിയാണ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, രേണു കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ വന്നു. അതിനെപ്പറ്റി വ്യാപകമായി ചർച്ച നടക്കുന്നുണ്ട്. കുറേ നാൾ കൊണ്ട് ഈ ഫാമിലി ആക്രമിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കുറേ പേര് നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മെയിൻ വിഷയം സുധിച്ചേട്ടൻ്റെ മരണം യൂസ് ചെയ്ത് രേണു അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, രേണു ചിരിക്കുന്നു, കരയുന്നു, വിധവ ഇങ്ങനെ നടക്കണം, അങ്ങനെ നടക്കണം എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. മനസ്സിലല്ലോ, കുറേ തള്ളമാരാണ് ഈ പെണ്ണുങ്ങളുടെ ശാപം എന്നും പെണ്ണുങ്ങളാന്ന് പറയുമ്പോൾ കുറേ തള്ളമാർ വിവരക്കേടും പറഞ്ഞുകൊണ്ട് കിടക്കും. അതായത് ഇവരെ കമ്പയർ ചെയ്യുന്ന കൊച്ചിൻ ഖനീഫ ചേട്ടൻ മരിച്ചു, അവരാരും പൈസ ഇതാകുന്നത്. കൊച്ചിൻ ഖനീഫ ചേട്ടൻ മരിച്ചു, ശരിയാണ്, ഭയങ്കര സാമ്പത്തിക മാന്ദ്യത്തിലാണ് പുള്ളി മരിക്കുന്നത്. പുള്ളി മരിക്കുന്ന സമയത്ത് ഈ പറയുമാതിരി ഇതിനെ പറയാനോ അവർക്കൊരു സഹായം ചെയ്യാനോ ഒന്നും വഴികളോ മറ്റു മാർഗങ്ങളോ ഒന്നുമില്ല. ഇവിടെ എത്രയോ പേര് ഭർത്താവ് പിണങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് പോലും മക്കളെയും പിടിച്ചുകൊണ്ട് തെണ്ടി തിന്നാൻ എരന്ന് നടക്കുന്ന ടീമുകളുണ്ട്. എന്തായാലും രേണു അത് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ അവരുടെ സ്വകാര്യമായ സന്തോഷങ്ങളും ഇതൊക്കെ അവർക്ക് എക്സ്പ്ലോർ ചെയ്തുകൂടാ, അവർക്ക് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൂടാ, അവരൊരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്തുകൂടാ, അവരുടെ കുഞ്ഞിൻ്റെ സ്വപ്നങ്ങളെപ്പറ്റി പറഞ്ഞുകൂടാ എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ആദ്യത്തെ കുഞ്ഞിന് ആനിമേഷൻ പഠിക്കണമെന്ന് അവൻ തന്നെ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്. അവൻ്റെ താല്പര്യം അതാണെങ്കിൽ അത് വിടുന്നു. സുധിച്ചേട്ടൻ്റെ ആഗ്രഹമാണ് ഈ മകൻ ഇതേ കണക്ക് പൈലറ്റ് ആവണം, ഇളയ കൊച്ചു പൈലറ്റ് ആവണമെന്ന് സുധിച്ചേട്ടൻ്റെ ആഗ്രഹമാണെങ്കിൽ അത് അവർ പറയുന്നതിൽ എന്താണ്? നിങ്ങളോട് ആരെങ്കിലും പൈസ ഇരക്കാൻ വന്നവരും അവർ ഇന്ന് വരെ ജനങ്ങളിൽ നിന്ന് ഒരു രൂപ സ്വീകരിച്ചിട്ടില്ല, അങ്ങനെ ചോദിച്ചു പോയിട്ടില്ല, അങ്ങനെ ഒരു ഉടായ്പും കാണിച്ചിട്ടില്ല. മുൻപ് ആരോപണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്, ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവർ എന്ത് ഡീസൻ്റ് ആയിട്ടാണ് ആ ഇൻ്റർവ്യൂവിലും മറ്റുമൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അവരവരുടെ മോഹങ്ങൾ, ആശകൾ, കാര്യങ്ങൾ ഒക്കെ സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതെന്താ വിധവയായി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പാടില്ല എന്ന് ഈ പരിഷ്കാരികളുടെ സമൂഹം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണോ? സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെ സുധിച്ചേട്ടൻ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കയറുമ്പോൾ ഒരുപാട് ബോഡി ഷെയ്മിങ്ങും ബാക്കിയുള്ള എല്ലാം അനുഭവിച്ച് വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല പ്രതിഭയായിരുന്നു കേട്ടോ. ഈ പറയുന്ന ഈ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പ്രതിഭ അവസാന കാലഘട്ടങ്ങളിൽ സിനിമയിലൂടെയും മറ്റുമൊക്കെ വരെയൊക്കെ ചെയ്തു. അപ്പം വൈകി എത്തിയ വസന്തം എന്ന് പറയുമാതിരി തന്നെ ടാലൻ്റുള്ള ഒരാൾ ഇത്തിരി വൈകി സിനിമയിൽ എത്തി എന്നുള്ള കാര്യം അങ്ങനെ ആണ് ഒരുപാട് പേര്. ഇപ്പോൾ ഷാജോൺ ആയാലും ഒക്കെ നല്ല ആക്ടേഴ്സും ഒക്കെയാണ്. അതേ കണക്ക് ഒരുപാട് പേര് ഇപ്പോൾ അറിയാതെ പോയ ഒരുപാട് പേരൊക്കെ ഉണ്ട് ഈ മിമിക്രി ഫീൽഡിൽ നിന്നൊക്കെ വന്ന ടീമുകൾ. അപ്പോൾ അവരെയൊക്കെ പിന്നീട് കഴിവ് തെളിയിച്ചവരാണ്. ഇപ്പം ദിലീപ് അടക്കമുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അവരുടെ മേഖലയിൽ അവർ തട്ടയിൽ കയറി നിന്ന് എന്താ പറയുക കഴിവ് തെളിയിച്ച് വന്നവരാണ്. അതിന് മുകളിലൊന്നും അല്ല ഒരു സിനിമയും. അപ്പോൾ അതിനുശേഷം സുധിച്ചേട്ടൻ വേറെ കല്യാണം കഴിക്കുന്നു. സുധിച്ചേട്ടനെ എന്തോ ആ സ്ത്രീ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, ഒരു മകനെയും കയ്യിലേൽപ്പിച്ചിട്ട് കടന്നു പോകുന്നു. അതിനുശേഷം ഈ പറയുന്ന രേണു വരുന്നു. രേണു വന്നിട്ട് അവരുടെ ജീവിതം പിന്നെ നമ്മൾ കണ്ടതാണ്. വളരെ ഹാപ്പിയിൽ നിൽക്കുമ്പോഴാണ് സുധിച്ചേട്ടൻ മരിക്കുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ലക്ഷ്മി നക്ഷത്രക്കെതിരെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സുധിച്ചേട്ടൻ്റെ മരണം കച്ചവടമാക്കുന്നെന്നുള്ള രീതിയിൽ. പക്ഷേ അല്ല, ഇതിനകത്ത് പലരും പറയുന്നുണ്ട് പലരും വേറെ ആരൊക്കെയോ സഹായിച്ചിട്ടൊന്നും, അങ്ങനൊന്നുമല്ല. ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സന്നദ്ധ സംഘടനയും പിന്നെ ഫ്ലവേഴ്സ് ടിവിയും പിന്നെ ഈ ലക്ഷ്മി നക്ഷത്ര അടക്കമുള്ള കുറേ സ്ത്രീജനങ്ങളെന്ന് തന്നെ പറയണം. കാര്യം ഈ പുരുഷന്മാരെല്ലാം പണത്തിന് പുറകെ ഓടുമ്പോഴും ഈ സ്റ്റാർ മാജിക്കിലിരിക്കുന്ന സ്ത്രീജനങ്ങൾ ഒരുപാട് പേരെ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശ്രീവിദ്യ ആയാലും അനുമോളായാലും അതുപോലെ തന്നെ ലക്ഷ്മിയൊക്കെ ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അത് 4 പേരെ കാണിക്കുന്നു എന്നുള്ളൊരു കുറ്റം. കാര്യം ഒരു കൈ ചെയ്യുന്നത് ഒരു കൈ അറിയരുത് എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഇവിടെ സുധിച്ചേട്ടൻ്റെ ഭാര്യ എവിടെയും പോയിട്ട് എനിക്ക് ദാരിദ്ര്യമാണ്, സങ്കടമാണ് ഇങ്ങനെയൊന്നും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, അത് പറയാനുള്ള റൈറ്റ്സ് കാര്യങ്ങളും എല്ലാം അവർക്കുണ്ട്. അല്ലാതെ അവർ നിങ്ങളോട് ഇരന്നിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? ഇവിടെ ചില ഇൻഫ്ലുവൻസേഴ്സ് ചിലരുടെ പണത്തിൻ്റെ പുറകിൽ ചിലരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഈ പണത്തിൻ്റെ പുറകെ പോയി വേട്ടയാടുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. ശരിക്കും
ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കണക്ക് തന്നെ ഇപ്പോഴും പറയുകയാണ്, ഇവരെല്ലാം സാധാരണ മനുഷ്യരാണ്. ചിലർ പണത്തിൻ്റെ പുറകെ പോയി പലതും വരുന്നതൊക്കെ ഇവരെയൊക്കെ പറയും. ഇവരൊന്നും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യെടുത്തോളം കാലം, നിങ്ങളുടെ പണം വാങ്ങി നിങ്ങളെ പറ്റിക്കാത്തടത്തോളം കാലം നിങ്ങൾ അവരെ ആക്രമിച്ച് കീഴടക്കേണ്ട ആവശ്യമില്ല. പിന്നെ മണിച്ചേട്ടൻ്റെ ഫാമിലിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. മണിച്ചേട്ടൻ ശരിയാണ്, ഭയങ്കര കഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞിട്ട് പുള്ളിയുടെ സങ്കടങ്ങൾ പറയുന്ന ഒരിക്കലും മിച്ചം കണ്ടാൻ വേണ്ടിയായിരുന്നില്ല, പുള്ളിയെ പിറകിലോട്ട് നോക്കാൻ വേണ്ടിയായിരുന്നു. ഒരു കാലത്ത് ഞാനും മണിച്ചേട്ടനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരാളാണ്. പിൽക്കാലത്തെ മണിച്ചേട്ടനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ പറയണം, മണിച്ചേട്ടനോട് ഞാൻ അന്ന് നേരിട്ട് ചോദിച്ചൊരു കാര്യം ഞാൻ വർക്കല വെച്ചായിരുന്നു മണിച്ചേട്ടനെ കണ്ടത്. ആ സമയത്ത് ഞാൻ മണിച്ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ, ഈ നമ്മൾ തിന്നുന്ന കാര്യങ്ങളും നമ്മൾ തിന്നാലും ഇല്ലേലും മറ്റുള്ളവരെ അറിയരുതെന്ന് ഈ പഴമക്കാർ പറയും. അതിൽ മണിച്ചേട്ടനോട് എനിക്കൊരു എതിർപ്പുണ്ടെന്ന് തോന്നി. അപ്പം മണിച്ചേട്ടൻ പറഞ്ഞത്, മോനെ അത് ശരിയാണ്, നിൻ്റെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ശരിയാണ്, പക്ഷേ വേറെ കാര്യമുണ്ട്. ഇതിനകത്ത് വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും തിരിഞ്ഞു നോക്കി പോവുകയാണെങ്കിൽ, നമ്മളുടെ കഷ്ടപ്പാട് കണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിച്ച് പോവുകയാണെങ്കിൽ, ഞാനതെപ്പോഴും പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ്. അതൊരു ഭിക്ഷാദണ്ഡാനോ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാനോ ഉപയോഗിക്കുവാണെങ്കിൽ അത് മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ രേണു ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. രേണുവിനെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ നേരം അവർക്ക് കുഞ്ഞു കുഞ്ഞു വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്, അവർക്ക് സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ പറയാനുള്ള എല്ലാ റൈറ്റ്സും എല്ലാവർക്കും ഇല്ലേ. ഇപ്പം വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രേണു ചിരിക്കുന്നു, രേണുവിനൊരു സങ്കടമില്ല. രേണുവിൻ്റെ ഇളയ കൊച്ചിനെ ആനിമേഷന് ചേർത്തിട്ട്, അല്ല മൂത്ത പയ്യനെ ആനിമേഷന് ചേർത്തിട്ട് ഇളയ പയ്യനെ ഇതാക്കണമെന്ന് പറയുന്നു, പൈലറ്റ് ആക്കണമെന്ന് പറയുന്നു. അതിന് 50 ലക്ഷം രൂപ ചിലവ് വരും എന്നൊക്കെയാണ് ആൾക്കാരുടെ ധാരണകൾ. ഇതൊക്കെ അവരുടെ സ്വപ്നങ്ങളല്ലേ, അല്ല നിങ്ങൾ യാഥാർത്ഥ്യമാക്കി കൊടുത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. നാളെ ഈ പയ്യന് ആനിമേഷനല്ല, നാളെ മിമിക്രിയിൽ താല്പര്യമെങ്കിൽ അയാളുടെ ഇഷ്ടത്തിന് പോവും. ആ ഇളയ പയ്യനും മിമിക്രിക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ പോവും. അതത്രേ ഉള്ളൂ. അത് അവരുടെ ഫാമിലി, അവരുടെ കാര്യങ്ങൾ. പിന്നെ അവരത് പബ്ലിക്കായിട്ട് പറഞ്ഞുകൂടാന്നൊന്നുമില്ല. ഇവിടെ ഒരുപാട് പേര് ഈ പറയുമാതിരി തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ വരെ എടുത്ത് വെച്ച് ചാനലിൽ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ രേണുവൊക്കെ ഒരുപാട് ബെറ്ററാണ്. പിന്നെ അവർ ചെയ്യുന്ന കോണ്ടൻറ്റിൽ നിന്ന് അവർക്ക് പണം കിട്ടുന്നുണ്ടെങ്കിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. സ്വന്തം കഴിവുകൊണ്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള നല്ല ആൾക്കാരുടെയൊക്കെ പിൻബലത്തിൽ പണം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് അസൂയപ്പെട്ടിട്ട് ഒരു യൂട്യൂബർ അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. സോ അതൊന്നും ഒരു കുറവുമല്ല. സോ അവരുടെ സംഘടനകൾ പറയുന്നുണ്ട്. അതേ കണക്ക് തന്നെ കുറച്ച് നാൾ മുമ്പ് ഒരു പെർഫ്യൂമുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാണ് നമ്മുടെ നാട് ഒന്ന് ഉയർന്ന് ചിന്തിക്കുക എന്നുള്ളൊരു തോട്ടും കൂടെ ഇതിനകത്തുണ്ട്. കാര്യം രേണുവിൻ്റെ വിഷയത്തിൽ ഈ ഒരു സംഭവം, അവർക്കത് ആ ഒരു പെർഫ്യൂം ആവശ്യമാണെങ്കിൽ അതിനെന്താണ് തെറ്റ്? ഇത് പലരും ചെയ്യുന്നതാണ്. ഇപ്പോൾ മില്യൺസ് ആൻഡ് മില്യൺസ് സപ്പോർട്ട് കിട്ടിയ ഇതുപോലുള്ള വീഡിയോസ് ഉണ്ട്. ഇത് പലരെയും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, പലർക്കും അറിയാത്ത പലർക്കും ഹെൽപ്ഫുള്ളും ആയിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.